ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നമ്മുടെ മല്ലു സീരീസ് ചാനലിൽ പ്ലീസ് ബി മൈ മാരീഡ് എന്ന് പറയുന്ന ഒരു ഡ്രാമയാണ് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഡ്രാമയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹീറോയിനെ രക്ഷിക്കാനും അതുപോലെ തന്നെ ഹീറോയിനെയും ഒന്നിപ്പിക്കാനുമായിട്ട് ഫ്യൂച്ചറിൽ നിന്ന് അവരുടെ മകൻ വരുന്ന തരത്തിലുള്ള ഒരു ഡ്രാമയാണ് പ്ലീസ് ബി മൈ മാരീഡ്. എന്നാൽ നമുക്ക് ഡ്രാമയിലേക്ക് കിടക്കാം. ഡ്രാമയുടെ സ്റ്റാർട്ടിങ് സീനിൽ തന്നെ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് വോയിസ് ആണ് കേൾക്കുന്നത്. വേറെ ഒന്നുമല്ല, ചില റൂമേഴ്സ് വന്ന് ഒരു പക്ഷേ നമ്മുടെ ലൈഫ് മൊത്തത്തിൽ അങ്ങ് ചേഞ്ച് ചെയ്യുമെന്ന്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹീറോയിനുള്ള ഷിയാങ്കി വന്നിട്ട് ഒരു ഐഡൽ ട്രെയിനിയാണ് കേട്ടോ. അപ്പോൾ ഇവൾ വന്നിട്ട് ഒരു സ്ഥലത്ത് ഓൾറെഡി എന്താ പറയുന്ന ഒരു കോൺട്രാക്റ്റ് ഇട്ടിട്ടുണ്ട് ട്രെയിനി ആയിട്ട് നിൽക്കുന്ന സമയത്ത് ആ ഒരു TV ഷോയുടെ ഡയറക്ടറുമായിട്ട് തെറ്റായി നിൽക്കുന്ന പോലത്തെ ഒരു ഫോട്ടോ പ്രചരിക്കുകയാണ്. ഇതിൻ്റെ ബേസിസിൽ വന്നിട്ട് നാട്ടുകാരെല്ലാം മീൻസ് ഇവൾക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന ഫാൻസ് എല്ലാം തന്നെ ഇവളെ പറ്റി ചീത്ത രീതിക്കുള്ളൊരു ഇമ്പ്രഷൻ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾ തെറ്റായ രീതിക്ക് അയാളുടെ കൂടെ പോകുന്നത് തന്നെ ഈ ഒരു ഷോയിൽ അയാൾക്ക് നല്ലൊരു പോസ്റ്റ് കിട്ടാൻ വേണ്ടിയല്ലേ എന്നുള്ള രീതിക്കുള്ള സംസാരം വരെ നടക്കണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഷിയാങ്കി അറിയുന്ന സമയത്ത് അവളുടെ ആ ഒരു മാനേജർ വന്നിട്ട് ഇവളുടെ അടുത്ത് പറയണം, നിനക്ക് ഇനി ഇവിടെ ജോലിയില്ല, നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കുമെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഷിയാങ്കി പറയണം, ഞാനല്ല അതിനകത്തുള്ളത്, വേറെ ആരും എന്നെ ചതിച്ചതാണെന്ന് പറയുന്ന സമയത്ത് ഈ മാനേജർ പെണ്ണ് പറയുകയാണ്, അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല, ഇനി നിന്നെക്കൊണ്ട് ഞങ്ങൾക്ക് ഉപകാരമൊന്നുമില്ല, ഇറങ്ങിപ്പോകാൻ പറയണം. എന്നിട്ട് മാനേജർ അവിടെ നിന്ന് പോകും. ഇതേ കറക്റ്റ് സമയത്ത് ഷിയാങ്കിക്ക് ഒരു കോൾ വരുവാണ്. വേറെ ഒന്നുമില്ല, ഒരു ഡോക്ടറെ കോൾ ചെയ്യുന്നത്. ഡോക്ടർ കോൾ ചെയ്ത് പറയുവാണ്, നിൻ്റെ പപ്പയ്ക്ക് വന്നിട്ട് ഹാർട്ട് അറ്റാക്ക് വന്നായിരുന്നു, കറക്റ്റ് സമയത്ത് ഇവിടെ റീച്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പപ്പ വന്ന് മരിച്ചു പോയെന്ന് പറയട്ടോ. അപ്പോൾ നമ്മുടെ ഷിയാങ്കിക്ക് ഒന്നാമത് കരിയറിൽ ഇങ്ങനെ ഒരു ഇത് പോരാത്തിന് പപ്പയ്ക്ക് ഇങ്ങനെ ഒരു ഇതൊന്നും കൂടി ആയപ്പോൾ അവൾക്ക് ഇതെല്ലാം കൂടി കേട്ടിട്ട് സഹിക്കാൻ വയ്യ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ പോയിട്ട് ലോയറെ കാണും കേട്ടോ. അപ്പോൾ ലോയറെ കണ്ടിട്ട് അന്വേഷിക്കുന്ന സമയത്ത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ പപ്പയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വന്നപ്പോഴേ ഇവരവിടെ നിന്ന് ഇറങ്ങിയതായിരുന്നു. പക്ഷേ ഇവളുടെ ഹേറ്റേഴ്സ് കുറേ പേര് കൂടി നിന്നിട്ട് ആ കാറ് പറഞ്ഞു വിടാഞ്ഞുകൊണ്ടാണ് ഇവളുടെ പപ്പ മരിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. അത് എടുത്തുകൊണ്ട് തന്നെ ലോയറുടെ അടുത്ത് പറയണം, ഇവൾ ഇനിയിപ്പോൾ ആ ഹോസ്പിറ്റൽ ബില്ല് അടച്ചല്ലേ പറ്റുമോ, ആ ഒരു ഹോസ്പിറ്റലിലെ ബില്ല് ഇവൾ അടച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവൾ പറയുകയാണ്, എൻ്റെ പപ്പയുടെ മരണത്തിന് കാരണമായിട്ടുള്ള ആൾക്കാരെ കൊണ്ട് ഞാൻ അതിനുള്ള കമ്പൻസേഷൻ വാങ്ങിക്കണം എന്ന് പറയുന്ന സമയത്ത് ലോയർ പറയുകയാണ്, അത് 100 മേലെ ആൾക്കാരുണ്ട്, അവരുടെ കയ്യിൽ നിന്നൊക്കെ നീ എങ്ങനെ കമ്പൻസേഷൻ വാങ്ങും, മാത്രമല്ല ലീഗലി മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിന് നല്ല സമയം എടുക്കുമല്ലോ, ഇപ്പോൾ ഹോസ്പിറ്റൽ ബില്ല് ഇപ്പോൾ അടച്ചല്ലേ പറ്റും, നിനക്കാണെങ്കിൽ ഇപ്പോൾ ജോലി ഇല്ലെന്ന് പറയുന്ന സമയത്ത് ഷിയാങ്കി പറയണം, ഓക്കെ ഞാൻ അതിനെ എന്തെങ്കിലും അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞാൽ അവൾ മനസ്സിൽ ആലോചിക്കണം, ദൈവം എനിക്കിപ്പോൾ ജോലിയും ഇല്ല, അതെങ്കിലും ഉറപ്പിച്ചില്ലെങ്കിൽ എൻ്റെ പപ്പയുടെ ജീവനെങ്കിലും എനിക്ക് റിവെഞ്ച് എടുത്തേ പറ്റൂ നമ്മൾ മനസ്സിലാലോചിക്കുകയാണ്. എന്നിട്ട് അന്ന് വൈകിട്ട് അവൾ വന്നിട്ട് എന്തോ പാലെങ്ങാണ്ട് കാച്ചുന്ന സമയത്ത് അവൾക്ക് വീട്ടിൽ ആരാണ്ട് വന്ന് വിളിക്കുന്ന പോലെ കേൾക്കും കേട്ടോ. അപ്പോൾ അവൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാല് കാച്ചിയ കവറുണ്ടല്ലോ, അത് ആ ഗ്യാസിൻ്റെ അവിടെ തന്നെ വെച്ചിട്ടായിരിക്കും വരുന്നത്, അത് വന്നിട്ട് തീ കൊണ്ട് ഇരിക്കാൻ തുടങ്ങും. അപ്പോൾ ഇവൾക്ക് ഒന്ന് വാതിലെങ്ങാണ്ട് തുറക്കാൻ നിൽക്കുന്ന സമയത്ത് ആരോ ഒരാൾ മാസ്കൊക്കെ ഇട്ടിട്ട് ഒരാൾ വന്നിട്ട് ഇവളുടെ മുഖമൊക്കെ മൂടി ഇവൾ കെട്ടിയിടുക കേട്ടോ. എന്നിട്ട് പറയുകയാണ്, ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ വന്നതല്ലേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്, അതിനാണ് വന്നത്. അപ്പോൾ ഷിയാങ്കിക്കാണെങ്കിൽ ആകെ മൊത്തത്തിൽ ടെൻഷനാകും, കാരണം ഇവളുടെ ലൈഫിൽ ഇത്രയും പ്രശ്നം ഉണ്ടായി, ഇനി ഇത് അടുത്തൊരു പ്രശ്നം. അപ്പോൾ അങ്ങനെ സമയത്ത് ഇയാൾക്ക് വന്ന് ഈ കെട്ടിയിട്ടില്ലേ ഒരാൾ സ്ട്രേഞ്ചർ എന്ന് പറഞ്ഞ ആൾ, അയാൾക്ക് വന്നിട്ട് എന്തോ ഗ്യാസിൻ്റെ ഒരു സ്മെല്ല് വരുന്നു, വളരെ ഒരുമാതിരി സ്മെല്ല് വന്ന് നോക്കുന്ന സമയത്ത് ഈ പ്ലാസ്റ്റിക് ഉരുകിയിട്ട് അവിടെ മൊത്തം പുക വന്ന് വലിയൊരു ആക്സിഡൻറ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ആയി. അപ്പോഴേക്കും നമ്മുടെ ഷിയാങ്കി ആണെങ്കിൽ അവൾ എങ്ങനെയൊക്കെയോ തറയും മറിഞ്ഞ് വീണ് ഇതൊന്നും രക്ഷപ്പെടാൻ നോക്കുന്ന സമയത്ത് അതൊന്നും നടക്കുന്നില്ല കേട്ടോ. മാത്രമല്ല അയാൾ പറയാം, നീ ഓടിയിട്ട് കാര്യമൊന്നുമില്ല, നിന്നെ ആരും രക്ഷിക്കാൻ വരത്തില്ലെന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് മുങ്ങുക. ഈ സമയത്ത് ഇവൾ വന്നിട്ട് ഈ പുക ശ്വസിച്ചിട്ട് അവളങ്ങ് മയങ്ങും. അപ്പോൾ അവൾ മൈൻഡ് വാഷ് വിചാരിക്കും, അപ്പോൾ എൻ്റെ ജീവിതം ഇതോടെ തീർന്നു, എനിക്ക് എൻ്റെ അപ്പൻ്റെ ആ ഒരു പ്രതികാരം, എൻ്റെ പപ്പയുടെ ജീവനെങ്കിലും എനിക്ക് വില വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളിങ്ങനെ മൈൻഡ് വോയിസിലാക്കുക. എന്നിട്ട് ഇതേ സമയം കാണിക്കുവാണ് ഒരു കുഞ്ഞ് ചെറുക്കൻ വന്നിട്ട് ടൈം എല്ലാം തന്നെ മുന്നോട്ട് പോയിട്ട് ഒരു കുഞ്ഞു ചെറുക്കൻ വന്ന് ഇവളെ വന്നിട്ട് ഇവളെ രക്ഷിക്കുവാണ്. ആ കൊച്ചാണ് ഇവളെ ഹോസ്പിറ്റലാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് വന്നിട്ട് അവൾ ഡോക്ടർ പറയാം കേട്ടോ. മാത്രമല്ല ഈ കുട്ടി ചെറുക്കനെ ഇവളെ മമ്മി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ അടുത്തോണ്ട് പറയണത്, ഇത് എൻ്റെ മോനൊന്നുമല്ല ഡോക്ടർ, ഇത് നിങ്ങളുടെ മോനാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഡോക്ടർ പറയും, എനിക്ക് എവിടെ നിന്ന് ഇങ്ങനെ ഒരു മോൻ, ഇത് എൻ്റെ മോനൊന്നുമില്ല, പിന്നെ നിനക്ക് എൻ്റെ നമ്പർ വേണമെങ്കിൽ അതങ്ങ് മുഖത്തൊക്കെ ചോദിച്ചോളെന്ന് പറഞ്ഞ സമയത്ത് ഈ ഒരു കുട്ടി ചെറുക്കനില്ലേ, അവൻ്റെ പേര് അനൻ എന്നാണ്. അവൻ പറയണത്, ഇത് എൻ്റെ മമ്മിയാണ്, ഓൾറെഡി അവരുടെ കല്യാണം കഴിഞ്ഞത്, പിന്നെ ഡോക്ടർ എന്തിനാണ് നമ്പർ ചോദിക്കുന്നത്, ഒന്നും ശരിയല്ല എന്ന് പറയാം കേട്ടോ. കുട്ടി ചെറുക്കനായിട്ടുള്ള അനനെ പിടിച്ചു നിർത്തിയിട്ട് നമ്മുടെ ഷിയാങ്കി ചോദിക്കുകയാണ്, മോനെ നിനക്ക് എത്ര വയസ്സായെന്ന് ചോദിക്കുന്ന സമയത്ത് അവൻ പറയാം 5 വയസ്സായെന്ന്. മോനെ എനിക്ക് 20 വയസ്സേ ആയുള്ളൂ, എനിക്ക് എങ്ങനെ നിന്നെ പോലെ ഒരു മോനുണ്ടാവുന്നേ, മോൻ്റെ പപ്പയും അമ്മ എവിടെയെന്ന് പറയാം, ആൻറ്റി അവിടെ കൊണ്ടാക്കാമെന്ന് പറയാം കേട്ടോ. അപ്പോൾ എടുത്തോണ്ട് പറയാം, അമ്മയ്ക്ക് എന്നോട് ദേഷ്യമാണ്, അമ്മ എന്തിനാ എന്നെ അവോയ്ഡ് ചെയ്യുന്നേ, അമ്മ ഞാൻ നിങ്ങളുടെ മോൻ തന്നെയെന്ന് പറഞ്ഞിട്ട് ഇവൻ അങ്ങ് ആ ഒരു കാര്യത്തിൽ പിടിച്ച് നിൽക്കുക കേട്ടോ. ഈ സമയത്ത് ഇവൾക്ക് ഇഞ്ചക്ഷൻ കൊടുക്കാൻ വേണ്ടി അങ്ങോട്ട് നേഴ്സ് വരും കേട്ടോ. ആ ടൈമിൽ വന്നിട്ട് അവിടെ നമ്മൾ TV യിലൊരു ന്യൂസ് ഓടുന്നുണ്ട്, ജംഗ്ഷൻ എന്ന് പറയുന്ന കമ്പനി, എൻ്റർടൈൻമെൻറ്റ് കമ്പനിയുടെ CEO ആയിട്ടുള്ള ഷെന്നിനെ പറ്റിയാണ് കേട്ടോ. അപ്പോൾ എടുത്തുകൊണ്ട് ഈ കൊച്ചു ചെറുക്കനില്ലേ, കുട്ടി ചെറുക്കൻ അനൻ, അവൻ പറയാണ്, കണ്ടില്ലയോ ഇതാണ് എൻ്റെ പപ്പ എന്ന് പറയാം കേട്ടോ. അപ്പം നേഴ്സ് പറയാം, ഞാൻ തന്നെ ആഗ്രഹിക്കും ഇതുപോലൊരു ഹസ്ബൻഡിനെ കിട്ടണമെന്ന്, ഇത് ഈ കൊച്ചു പറയുന്നില്ല ഇത് നിങ്ങളുടെ ഹസ്ബൻഡാന്ന്. അപ്പോൾ പറയാം, അയ്യോ ഇതെൻ്റെ ഹസ്ബൻഡൊന്നും അല്ലെന്ന്. മാത്രമല്ല പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾക്ക് ഓൾറെഡി കോൺട്രാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അത് അവരായിട്ട് തന്നെയാണ് ഇവളെ എന്ത് ചെയ്തിട്ടുള്ളത്, അവിടെ നിന്ന് ഇറക്കി വിട്ടില്ല, ടെർമിനേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇവൾ 50 മില്യൺ
കമ്പൻസേഷൻ ആ കമ്പനിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ന്യൂസ് കൊടുക്കും കേട്ടോ. അപ്പോൾ നേഴ്സ് അവിടുന്ന് നേഴ്സിൻ്റെ കാര്യമെല്ലാം കഴിഞ്ഞ് നേഴ്സ് പോയി. അപ്പോൾ ഇവൾ ഈ ന്യൂസ് എല്ലാം കണ്ടിട്ട് ഇവൾ പറയണം ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്ന സമയത്ത് ഈ കുട്ടിച്ചെറുക്കൾ ഞാൻ പറയാം അമ്മയ്ക്ക് ശരിയായില്ല, അമ്മ എവിടെ പോവാന്ന് ചോദിക്കുമ്പോൾ എടുത്തുകൊണ്ട് ഇവൾ പറയണം മോനെ ഞാനിവിടെ ഇരുന്നാൽ ശരിയാവത്തില്ല, വളരെ അർജൻറ്റായിട്ടുള്ളൊരു കാര്യം, അതുകൊണ്ട് അമ്മയും പോവാന്ന് പറഞ്ഞിട്ട് പോകാൻ നിൽക്കുമ്പോൾ ഇവൻ പറയാം എന്നെയും കൂടി കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ ഞാൻ നിൻ്റെ പാരൻസിനെ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞ് കണ്ടുപിടിക്കാം. അപ്പോൾ അനൻ പറയാം അപ്പോൾ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല അല്ലേ, എന്നെ അവോയ്ഡ് ചെയ്യുവാണല്ലേ, മോൻ പിണങ്ങുവാന്നൊക്കെ പറയുന്ന സമയത്ത് എന്നാൽ ശരി മോനും വാന്നും പറഞ്ഞിട്ട് ഈ കുട്ടിച്ചെറുക്കനെയും കൂട്ടിക്കൊണ്ടാണ് അവിടെ നിന്ന് നമ്മൾ ഷിയാങ്കി പോകുന്നത്. എന്നിട്ട് ഇവിടെ നേരെ പോകുന്നത് വേറെ കണ്ടില്ല, ഇവരൊക്കെ ഇങ്ങനെ ട്രെയിനി ആക്കിയുള്ളൊരു ഏജൻറ്റ് ഉണ്ട് കേട്ടോ, അയാളെ കാണാനായിട്ട്. അയാളെ കണ്ടിട്ട് പറയണം നിങ്ങൾ എന്തിപ്പോൾ സംസാരിക്കുന്നത്, എന്നെ ടെർമിനേറ്റ് ചെയ്തോന്ന് ചോദിക്കുന്ന സമയത്ത് അയാൾ പറയാം പിന്നെ ഞങ്ങൾ എന്തോ വേണമെന്നാ, കമ്പനി എന്തോ ആയാലും നിൻ്റെ ഒരു ഭാവിയും കാണുന്നില്ല, അതുകൊണ്ട് പിന്നെ ഞങ്ങൾ നിന്നെ ഇനി വെച്ച് ഉറപ്പിക്കുന്നതാണെന്ന് വിചാരിക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് ഷിയാങ്കി പറയുവാണ് അല്ല അപ്പോൾ ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരുന്നതല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് പറയും പിന്നെ തേങ്ങയാണ് നീ പെർഫോം ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഇവൻ പോകാൻ നിൽക്കുമ്പോൾ പറയണം ഞാൻ എന്തുമായാലും നല്ലൊരു സൂപ്പർ സ്റ്റാർ ആവുന്നു. അപ്പോൾ പറയാം ശരി ഇപ്പം അങ്ങ് പോകും, നീ സൂപ്പർ സ്റ്റാർ ആകുമ്പോഴുള്ള കാര്യമില്ല, അത് നമുക്ക് അപ്പം നോക്കാമെന്നുള്ള രീതിക്ക് ഇവളൊരു മാതിരി ഇൻസൾട്ട് ചെയ്ത് നമ്മൾ സംസാരിച്ചാൽ അയാൾ അവിടെ നിന്ന് പോകാട്ടോ. അപ്പോൾ എടുത്തോണ്ട് ഈ കുട്ടിച്ചേർക്ക് അനൻ എന്ന് പറയണം അമ്മ എന്തുമായാലും സൂപ്പർ സ്റ്റാർ ആകുമ്പോൾ ആവില്ല, അത് എനിക്കറിയാം, നല്ല ബിഗ് സ്റ്റാർ ആവും അമ്മ, എന്നാൽ ശരി അമ്മ നമുക്ക് വന്ന് ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു പോകാം. അപ്പോൾ എടുത്തോണ്ട് ഷിയാങ്കി പറയില്ല മോനെ ഇപ്പം നമുക്ക് ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല, നമുക്ക് എൻ്റെ പപ്പയുടെ മരണത്തിന് നമുക്ക് ആ ഒരു പ്രതികാരം തീർത്തിട്ട് അവർക്ക് അതിന് വേണ്ട ആ ഒരു ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം, അതുകൊണ്ട് അതുവരെ എനിക്ക് അമ്മയ്ക്ക് സമാധാനമില്ലെന്ന് പറയാം. അപ്പോൾ ആ കുട്ടിച്ചെറുക്കൻ ഓക്കെ അമ്മ എന്നാൽ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് പോവാണ്. ഇതേ സമയത്ത് കാണിക്കുവാണ് ഈ ഷെൻ എന്ന് പറഞ്ഞില്ലേ, ഈ ഷെന്നാണ് നമ്മുടെ കഥയുടെ ഹീറോ കേട്ടോ. അപ്പോൾ അവൻ വന്ന് അവൻ്റെ ഓഫീസിലേക്ക് വന്ന് ഇറങ്ങുക കേട്ടോ. അപ്പോൾ ഇറങ്ങി പോകുന്ന സമയത്ത് ഇതേ സ്ഥലത്തേക്കാണ് ഷിയാങ്കി അതുപോലെ തന്നെ നമ്മുടെ കുട്ടിച്ചെറുക്കനുള്ള അനാനും വന്നിട്ടുള്ളത്. അപ്പോൾ അവരിങ്ങനെ വരുന്ന സമയത്ത് ഈ കുട്ടിച്ചെറുക്കൻ നേരെ ഓടി ചെന്നിട്ട് ഇയാളെ കാലിൽ പിടിച്ചിട്ട് പപ്പാന്ന് വിളിക്കുവാണേ. അപ്പോൾ ഇയാൾ പറയാം ഞാൻ നിൻ്റെ പപ്പയൊന്നുമില്ല മാറി അവിടെ നിന്ന് പറഞ്ഞിട്ട് ദേഷിച്ചിങ്ങനെ പോകാൻ നിൽക്കുക കേട്ടോ. അപ്പോൾ ഷിയാങ്കി കയറി. അപ്പോൾ ഇയാൾ ചോദിക്കും നീ അല്ലേ ഷിയാങ്കിന്ന് മാത്രമല്ല. അപ്പോൾ എടുത്തോണ്ട് ചോദിക്കണേ ഓക്കെ നീ ഇത്രയും വൃത്തികെട്ട കളി കളിക്കുന്നത് എനിക്കറിയാം, പക്ഷെ നീ ഒരു കൊച്ചു കുഞ്ഞിനെ കൊണ്ട് ഇങ്ങനെ കളിപ്പിക്കുന്നത് ഞാൻ വിചാരിച്ചില്ലെന്ന്. അപ്പോൾ മാത്രമല്ല ഇവൾ പറയുന്നൊന്നും കേൾക്കാൻ അവൻ തയ്യാറല്ല. അപ്പോൾ ഈ കുഞ്ഞു ചെറുക്കൻ ചോദിക്കുകയാണ് പപ്പ എന്തിനാ അപ്പം എന്നെ അവോയ്ഡ് ചെയ്യുന്നത്. അപ്പോൾ പറയണേ എനിക്കിതൊന്നും കേൾക്കേണ്ട കാര്യമില്ല എന്നുള്ള രീതിക്ക് അവൻ അങ്ങ് പാസ് ചെയ്ത് പോവുക. മാത്രമല്ല ഈ കൊച്ചു പിന്നാലെ പോകാൻ നിൽക്കുന്ന സമയത്ത് ഇവൻ്റെ ഒരു അസിസ്റ്റൻറ്റ് വന്നിട്ട് പറയാണ് ഹൗസിന് വന്നിട്ട് നല്ലപോലെ ഷെഡ്യൂൾസൊക്കെ നല്ല ടൈറ്റാണ്, അവിടെ ഈ കൊച്ചിനൊന്നും പിടിക്കാമെന്ന് പറയാണ്. മാത്രമല്ല ഇപ്പോൾ ഷിയാങ്കിക്ക് ഒന്നും ചെയ്യാനും പറ്റത്തില്ല, ഷിയാങ്കി കൊച്ചിനെ കൊണ്ട് പുറത്തേക്ക് കേട്ടോ. അപ്പോൾ ഇവള് പറയണം ഓക്കെ മോനെ ഞാൻ നിനക്ക് ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങിച്ചതാന്ന്. എടുത്തോണ്ട് ഈ കുട്ടിച്ചെറുക്കനായിട്ട് അരാൻ പറയാം അമ്മ എപ്പോഴും പറയുന്നത് എന്താ ഫ്രഞ്ച് ഫ്രൈസും ഐസ്ക്രീമും കൂടി ഒരുമിച്ച് കഴിക്കാമെന്നല്ലേ, എനിക്കത് മതിയെന്ന് പറയാം കേട്ടോ. എന്നാൽ ശരി മോനെ ഞാൻ വാങ്ങിച്ചതാന്ന് പറഞ്ഞിട്ട് ഷിയാങ്കി അവനെയും കൂട്ടിയിട്ട് അവിടെ ഇരുന്നിട്ട് കൊച്ചിനെ ആശ്വസിപ്പിച്ച് അവിടെ നിർത്തുവാണ്. ഷെൻ വന്ന് ഓഫീസിൽ കയറുന്ന സമയത്ത് ഇവരുടെ ഓഫീസിൽ തന്നെ മറ്റൊരു ഷെയർ ഹോൾഡർ ആയിട്ട് ലൂ എന്ന് പറയുന്ന ഒരാൾ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അവനാണെങ്കിൽ വന്നുകൊണ്ട് അടുത്ത പ്രൊജക്റ്റിൻ്റെ കാര്യങ്ങളും എല്ലാം തന്നെ ഡിസ്കസ് ചെയ്യുന്ന സമയത്തും നമ്മുടെ ഷെന്നിൻ്റെ മൈൻഡൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ ഇവൻ ആലോചിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൊച്ചു എന്തിനാണ് എൻ്റെ പപ്പാന്ന് വിളിച്ചേ, ആ കൊച്ചു എന്തിങ്ങനെ സംസാരിച്ചേ, മൊത്തം നമ്മുടെ മറ്റേ കുട്ടിച്ചെറുക്കൻ ആനാനെ പറ്റിയുള്ള ചിന്തകളാട്ടോ. ഞാനിപ്പോൾ എന്താ വേണം എൻ്റെ മനസ്സ് എന്തിനാ കുഞ്ഞിനെ പറ്റി ചിന്തിക്കുന്നതിനൊക്കെ പറ്റി ഇവനിങ്ങനെ സ്വയം ചിന്തിക്കുക. അപ്പോൾ ലൂ ഇവനെന്തോ ഞാൻ പറയുന്നതൊന്നും ശ്രദ്ധിക്കാത്ത രീതിക്ക് ഇവൻ ലൂ ഓക്കെ അവനോട് ഡിസ്കസ് ചെയ്തിട്ട് പുറത്തിറങ്ങുമ്പോൾ ഒരു ആലോചിക്കും ഇന്ന് എന്ത് പറ്റി, അയാളുടെ മൈൻഡ് ഇവിടെ ഒന്നും അല്ലല്ലേ, ഈ ഷെന്നിന് ഇതെന്താ പറ്റിയെന്നുള്ള രീതിക്ക് വരുമോ. അപ്പോൾ ഇവനിങ്ങനെ വരുന്ന സമയത്താണ് ഇവൻ വന്നിട്ട് നമ്മൾ ഷിയാങ്കി അതുപോലെ കുട്ടിച്ചെറുക്കൻ അനന്യം കാണുന്നത് കേട്ടോ. അപ്പോൾ ഷിയാങ്കി ചോദിക്കുവാണ് നിങ്ങളല്ലേ പറഞ്ഞേ എനിക്ക് നല്ല കഴിവുണ്ടെന്നൊക്കെ പറഞ്ഞേ, പക്ഷേ ഇപ്പോൾ നോക്ക് ഞാൻ എൻ്റെ അവസ്ഥ കണ്ടില്ലെന്ന് ചോദിക്കുന്ന സമയത്ത് ഇയാളും ഈ ലൂവും പറയാണ് നീ വൃത്തികെട്ട രീതിക്ക് പോയി കഴിഞ്ഞാൽ നിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെ. നിനക്കൊരു കാര്യം അറിയും, ഒരു ഐഡലിന് അല്ലെങ്കിൽ ഐഡൽ ട്രെയിനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത് നാട്ടുകാരുടെ മുന്നിൽ ഒരു സ്വീകരണമാണ്. നിൻ്റെ കാര്യത്തിൽ നിൻ്റെ എല്ലാ തരത്തിലുള്ള ആ ഒരു നല്ലൊരു മാനേഴ്സ് എല്ലാം നീ നാട്ടുകാരുടെ മുന്നിൽ കളഞ്ഞു കുടിച്ചു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്കിതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്ന സമയത്ത് ഞാൻ പറയണ അങ്കിൾ ലൂ അല്ലേ എന്ന് ചോദിക്കാം കേട്ടോ. അപ്പോൾ എടുത്തോണ്ട് ഇവൻ ഷിയാങ്കിയോട് ചോദിക്കും അപ്പോൾ കൊച്ചിനെ പഠിപ്പിക്കണതെല്ലാം പഠിപ്പിച്ച് വെച്ചിട്ടാണ് വന്നേക്കുന്നതല്ലേ, ശരി എന്നാൽ ഈ കുഞ്ഞിന് വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം, എനിക്കിതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ ഷെൻ എന്ന് പറഞ്ഞ ഒരാളെ നീ കണ്ടു കാണുമല്ലോ, അയാൾ എന്തെങ്കിലും വിചാരിക്കുകയാണെങ്കിൽ നിനക്ക് തിരിച്ച് ഈ കമ്പനി കയറാൻ പറ്റും, അതിനുവേണ്ടി എന്തെങ്കിലും ട്രൈ ചെയ്യാൻ പറ്റുമെങ്കിൽ നോക്കുന്നു പറഞ്ഞിട്ട് ലൂ അവിടെ നിന്ന് പോവാണ്. എന്നിട്ട് പിന്നെ അവളുടെ വീട് ആ കത്തിപ്പോയില്ല, അതുകൊണ്ട് തന്നെ അവൾക്ക് അടവാൻ പറ്റില്ല. അപ്പോൾ അവൾ ഈ ഗേൾസിൻ്റെ ഡോർമെൻട്രി ഇല്ലേ, അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്താണ് അവൾ ചെന്ന് സ്റ്റേ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ കുഞ്ഞിനും ഫ്രഞ്ച് ഫ്രൈസും അതുപോലെ ഐസ്ക്രീം എല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ടാണ് അവൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ ചെല്ലുന്ന സമയത്ത് എന്നിട്ട് ഈ കൊച്ചാണെങ്കിൽ മറ്റേ ചിക്കനൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അവൾ. അപ്പോൾ ചിക്കൻ കാലൊക്കെ എടുത്ത് ഹാപ്പി ആയിടാനും പറ്റി സംസാരിക്കും. പക്ഷേ ഇവന് മനസ്സിലാവുന്നുണ്ട്, ഈ കുട്ടിച്ചെറുക്കിന് മനസ്സിലാവുന്നുണ്ട് ഷിയാങ്കിയുടെ മൈൻഡ് ഓക്കെ അല്ലെന്ന്. അപ്പോൾ ഇവൻ ചോദിക്കാം അമ്മയ്ക്ക് എന്തു പറ്റും ചോദിക്കണം, എന്ത് പറ്റി മൈൻഡ് ഇവിടെ എല്ലാം ചോദിക്കുമ്പോൾ ഷിയാങ്കി പറയണം ഒന്നുമല്ല മോനെ ഇനി എന്തു ചെയ്യുന്ന ആലോചിക്കും, മാത്രമല്ല നീ ആണെങ്കിൽ എന്നെ അമ്മ എന്ന് വിളിക്കുന്നത്, എനിക്ക് എന്ത് വേണമെന്ന് അറിഞ്ഞുവിടുന്നു. അപ്പോൾ എടുത്തുകൊണ്ട് പോകാൻ പറയണം നിങ്ങൾ എൻ്റെ അമ്മയായതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ അമ്മ എന്ന് വിളിക്കുന്നത്, നിങ്ങൾ എന്നെ എൻ്റെ അമ്മ എന്ന്. മാത്രമല്ല അമ്മയ്ക്ക് ഓർമ്മയില്ല ഞാൻ ഓഗസ്റ്റ് 8, 2024 ജനിച്ചത് പോലെ അമ്മ മറന്നുപോയോ എന്നൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പോൾ എടുത്തുകൊണ്ട് ചെയ്യുമ്പോൾ 2024 ഇത് വന്ന് 2021 ആയുള്ളൂ മോനെ എന്ന് പറയുകയാണേ. അപ്പോൾ ആ കൊച്ചു തന്നെ അങ്ങ് ഷോക്കാവുകയാണ്.
അപ്പോൾ ഷിയാങ്കി പറയുകയാണ് ഞാനിതൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന കാര്യമുണ്ട്. ഇപ്പോൾ ഏറ്റവും വലിയ പ്രയോറിറ്റി എൻ്റെ ജോബ് എനിക്ക് തിരിച്ചിട്ടുണ്ട്. മാത്രമല്ല നിൻ്റെ പാരൻസിനെ കണ്ടെത്താൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയും വേണം. അതായത് ഷിയാങ്കി പറയുവാണ് എനിക്ക് നാളെയെങ്കിലും ആ ഒരു ഷെന്നിനെ കണ്ട് സംസാരിക്കാൻ പറ്റിയിട്ട് എത്രയോ നന്നായിരുന്നു. പക്ഷേ അയാൾ സംസാരിക്കുന്നു തോന്നുന്നില്ല. അയാൾ വീടെങ്കിലും എവിടെയാണെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്യായിരുന്നു എന്ന് പറയുന്ന സമയത്ത് ഈ മറ്റേ കുട്ടിച്ചെറുക്കനായിട്ട് അദ്ദേഹം പറയുകയാണ് അമ്മ എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് ഒരു സ്ട്രീറ്റ് അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുക കേട്ടോ. ഇവളാണെങ്കിൽ വണ്ടി വിളിച്ച് അവൾ കയറി പോകാൻ തുടങ്ങി. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവൾക്ക് ബോധം വരുന്നതേമേ അല്ല ആ കൊച്ചിറക്കം പറഞ്ഞ് കേട്ടിട്ട് ഞാനിങ്ങനെ പോരും ചെയ്തല്ലേ എന്ന് പറയുന്ന സമയത്ത് ഡ്രൈവർ പറയണത് ആ മാം സ്ഥലം എത്തിയെന്ന്. അപ്പോൾ പിന്നെ അവൾക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവൾ അവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. അപ്പോൾ ഇറങ്ങി അവിടെ ചെല്ലുന്ന സമയത്ത് അവൾക്കൊരു ഡൗട്ട്, ഇനി ദൈവമേ ഇനി ഇത് വന്ന് ഷെന്നിൻ്റെ വീടല്ലെങ്കിൽ ഞാൻ നാണം കെട്ട് പോകും, വേറെ ആരെങ്കിലും വീട്ടിലാണ് കയറി ചെല്ലുന്നതെന്ന് വെച്ചാലും. അപ്പോൾ ഇവർ പുറത്തൊരു ക്യാമറ പോലൊരു സംഭവമുണ്ട്. അപ്പോൾ അതിൽ ഇങ്ങനെ സ്പീക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്യാമറ ചോദിക്കും നിങ്ങൾ ആരെ കാണാനാണ് വന്നത് എങ്ങനെയൊക്കെ ചോദിക്കുന്ന സമയത്ത് പറയും ഇത് വന്നിട്ട് ഷെന്നിൻ്റെ വീടാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് ആ ക്യാമറ പറയാം അതായത് ഇത് ഷെന്നിൻ്റെ വീടാണെന്ന് പറയും. മാത്രമല്ല ഞാൻ എൻ്റെ പേര് ഷിയാങ്കി എന്നാണ് എനിക്ക് കാണുമെന്ന് പറയുന്ന സമയത്ത് ഇത് റിപ്ലൈ തരും ഇല്ല ഇപ്പോൾ വന്ന് ഷിയാങ്കി എന്ന് പറഞ്ഞ ആളെ കാണാനായിട്ട് താല്പര്യമില്ലെന്ന് പറയും. അപ്പോൾ ഇവൾക്ക് വേറെ വഴിയില്ല. അപ്പോൾ ഇവൾ പറയും എനിക്ക് അത്രയും അർജൻറ്റ് കാര്യം എന്നൊക്കെ പറയുമ്പോഴും ഈ ക്യാമറയിൽ നിന്ന് ഇവൻ പറയുവാണോ ഇല്ല പറ്റത്തില്ല ഞാൻ വന്ന് കാണത്തില്ലെന്ന് പറയാട്ടോ. ഇവൾക്ക് വേറെ വഴിയുമില്ല. മാത്രമല്ല അവിടെയാണ് ഇടി വെട്ടി മഴ പെയ്യുക. അപ്പോൾ ഈ കുട്ടിച്ചെറുക്കനെ വന്നിട്ട് അവിടെ നിന്ന് കാണുന്നുണ്ട് കേട്ടോ. മാത്രമല്ല ഇവരുടെ വീടെങ്ങാണ്ട് അടുത്തടുത്താം. കൊച്ചാലോചിക്കും എൻ്റെ ദൈവമേ അമ്മയാണെങ്കിൽ കുടയില്ലാതെ പോയേക്കും നനയൂലോ എന്ന് പറഞ്ഞിട്ട് ഇവൻ കുട എടുത്തുകൊണ്ട് അങ്ങോട്ട് വരാൻ നിൽക്കും കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ഈ വന്ന് ഷെന്നിന് ഒരു വേലക്കാരി ഉണ്ട് കേട്ടോ, വേലക്കാരി അമ്മയുണ്ട്. അവർ വന്ന് ഇവന് കോഫി കൊടുക്കാനായിട്ട് വരും. ആ സമയത്ത് ഇവർ കാണുവാണ് ഈ പെണ്ണ് പുറത്ത് മഴയിൽ നിന്ന് നനയുമല്ലേ ഷിയാങ്കി. പറയാണ് സാർ ഇത് കണ്ടില്ല ആ പെങ്കൊച്ചി മഴയിൽ നിന്ന് നനയുന്നത്. അവൻ ചോദിക്കുക അവൾ ഇപ്പോഴും പുറത്ത് ഇപ്പുണ്ടോന്ന്. അയാൾ വന്നിട്ട് പറയാണ് സാറിനൊരു കാര്യം അറിയോ, നമ്മുടെ പെൺപിള്ളേർ വന്ന് നല്ല സ്വീറ്റായിട്ട് സംസാരിക്കുന്നവരടുത്ത് വീഴുന്നത്, അല്ലാതെ സാറിനെ പോലെയുള്ള ഒരാളുടെ അടുത്തല്ല. മാത്രമല്ല സാറിന് ഇപ്പോൾ 27 വയസ്സായി, ഇതുവരെയും സാറ് സിംഗിളാണ്. അതൊന്നും സാർ ആലോചിക്കുന്നു പറയണം. അപ്പോൾ എടുത്തോണ്ട് ഇവൻ ആലോചിക്കുകയാണോ ലൂ എന്ന് പറഞ്ഞില്ല ഒരാളെ, അയാൾ വന്നിട്ട് ഓൾറെഡി പറഞ്ഞു കാണും ഇവള് ട്രെയിനിങ് ആയിരുന്ന സമയത്ത് നീ വന്ന് ഷിയാങ്കി ഒന്ന് കാണണം, അവളുടെ വൈബൊക്കെ സൂപ്പർ, അവൾ ഭാവിയിൽ ഒരു സൂപ്പർ സ്റ്റാർ, അവളെ ചാൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാണ്. അവൻ എന്തൊക്കെ ആലോചിക്കാം. ഇതേ സമയം നമ്മുടെ കുട്ടിച്ചെറുക്കൻ അനന്നെ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നില്ല. അവൻ കുടയും കൊണ്ട് അമ്മ മണം നനയുണ്ടാന്ന് പറഞ്ഞിട്ട് ആ കൊച്ച് കുടയും കൊണ്ട് വരുവാണ്. അപ്പോൾ ഈ കൊച്ചും കൂടി വരുന്നത് കണ്ടിട്ട് ആ വേലക്കാരി അമ്മ വന്നിട്ട് നമ്മുടെ ഷെന്നിൻ്റെ അടുത്ത് പറയുന്നത് കണ്ടേ ഒരു കുഞ്ഞും കൂടി ഉണ്ടെന്ന് പറയുന്ന സമയം പറയുമ്പോൾ അന്ന് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇവരവിടെ നിന്ന് വരും കേട്ടോ. ഈ സമയത്ത് ഈ കൊച്ചിങ്ങനെ വന്ന് നിൽക്കുമല്ലേ. അപ്പോൾ ഇവൻ വന്ന് പുറത്ത് വരുന്ന സമയത്ത് ഇവൻ പിന്നെ ദേഷ്യം വരുന്ന ഒരു കുഞ്ഞ് നിന്ന് നനയുമല്ലേ. അപ്പോൾ ഇവൻ വന്നിട്ട് ഷിയാങ്കിയുടെ അടുത്ത് പറയണം നിനക്കൊരു ബോധവും ഇല്ലേ, ഒരു വരിയുണ്ട് എന്താ പറയുക ഇതൊരു കുഞ്ഞാണ് മനസ്സിലായോ, നീ അത് മനസ്സിലാക്കണം എന്ന് പറയാം കേട്ടോ. മാത്രമല്ല ഇവൻ വന്ന് പപ്പ എന്ന് വിളിക്കുക പറയും നീയാണോ ഇവനെ എന്നെ പപ്പ എന്ന് വിളിക്കാൻ പഠിപ്പിച്ചതെന്ന് ചോദിക്കുന്ന സമയത്ത് ഈ കൊച്ചു പറയാം അല്ല പപ്പയല്ലേ പപ്പ എൻ്റെ പപ്പ എന്ന് പറഞ്ഞിട്ട് പപ്പ എന്നൊക്കെ പറയാം കേട്ടോ. മാത്രമല്ല ആ വേലക്കാരിയും പറയണം ഇനി അവരെ പുറത്ത് നിർത്തുവാണെങ്കിൽ അവർക്ക് കോൾഡ് വല്ലതും പിടിക്കും, അകത്തോട്ട് കയറാൻ പറയണം. അപ്പോൾ ഇവനും വിചാരിക്കുക ശരിയാ കുഞ്ഞൊക്കെ ഉള്ളതില്ലേ എന്ന് പറഞ്ഞിട്ട് ഇവനും അകത്ത് കയറാൻ പറയുവാണ് കേട്ടോ. എന്നിട്ട് ഇവനാണെങ്കിൽ ഈ കൊച്ചിനെ പിടിച്ച് ചെയ്തിട്ട് പറയാണ് മാത്രം ഞാനേ നിൻ്റെ പപ്പയല്ല മനസ്സിലായെന്ന് പറയുന്ന സമയത്ത് പറയാം അല്ല നിങ്ങൾ എൻ്റെ പപ്പ തന്നെയാണ്. അപ്പോൾ അവളെങ്ങാനായിരിക്കും നിന്നെ ഇത് പഠിപ്പിച്ചെന്ന് പറയുന്ന സമയത്ത് ഈ കൊച്ചു പറയാണ് അല്ല പിന്നെ അവൾക്കൊരു പേരുണ്ട്, എൻ്റെ അമ്മയ്ക്കൊരു പേരുണ്ട്, അതേ വിളിക്കണം എന്ന് പറയാം കേട്ടോ. ഈ സമയത്ത് ആ വേലക്കാരിയമ്മ കുറച്ച് സ്നാക്സ് ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കും. എന്നിട്ട് വേലക്കാരിയമ്മ ഈ കൊച്ചിനെ നോക്കിയിരിക്കുന്ന സമയത്ത് ഈ ഷെൻ ചോദിക്കുക എന്ത് സംഭവം. അപ്പോൾ ഈ വേലക്കാരിയമ്മ പറയാം അല്ല ഈ കൊച്ചു വന്ന് നിങ്ങളുടെ കണക്ക് തന്നെയുണ്ട്, ഇത് ശരിക്കും നിങ്ങളുടെ മോനല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇവൻ പറയാം പ്ലീസ് ദയവ് ചെയ്ത് അങ്ങനെയൊന്നും പറയാതെ എൻ്റെ കൊച്ചൊന്നും അല്ലെന്ന് പറയാം കേട്ടോ. വേലക്കാരിയും പറയാൻ സാറ് പറഞ്ഞില്ലായിരുന്നോ സാറിന് ഷോയ്ക്ക് ഒരു കൊച്ചിനെ വേണമെന്ന്, ഈ കൊച്ചു അത്യാവശ്യം ക്യൂട്ടാണല്ലോ എന്ന് നോക്കുന്നത്. അപ്പോൾ അവന് സ്മൈൽ ചെയ്തുകൊണ്ട് മോനെ നീ എൻ്റെ ഷോയിൽ അഭിനയിക്കാൻ വരുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പം പറയാണ് ഞാൻ അഭിനയിക്കാം പക്ഷെ എനിക്ക് എൻ്റെ കൂടെ അമ്മ വേണമെന്ന്. അപ്പോൾ ഇവ എടുത്തോണ്ടെങ്കിൽ ഇതും നിന്നെ അവൾ പഠിപ്പിച്ചതായിരിക്കില്ലേ എന്ന് പറയുന്ന സമയത്ത് പറയാണ് പപ്പ എനിക്കിപ്പോൾ 5 വയസ്സായി, എന്നെ ഒരാൾ പഠിപ്പിച്ച് തരണ്ട എനിക്ക് സംസാരിക്കുക, എനിക്കറിയാം എൻ്റെ കാര്യങ്ങൾ സംസാരിക്കുക എന്ന് പറയണം. ആ സമയത്ത് ഷിയാങ്കി ഇങ്ങോട്ട് വരും. അപ്പോൾ ഷിയാങ്കി എന്ത് പഠിപ്പിച്ച കാര്യവും നിങ്ങൾ ഈ പറയുന്ന രീതിക്ക് അവൾ ഇങ്ങോട്ട് വരും കേട്ടോ. എന്നിട്ട് വേലക്കാരിയമ്മ എടുത്ത് ഷെന്ന് പറയണം നിങ്ങളൊരു കാര്യം ചെയ്യും കുഞ്ഞിനെ കൊണ്ടു എനിക്ക് ഇവളുടെ അടുത്ത് കുറച്ച് പേഴ്സണലായിട്ട് സംസാരിക്കണമെന്ന്. എന്നിട്ട് ഇവൻ ചോദിക്കുവാണ് നിനക്കിപ്പോൾ സത്യത്തിൽ എന്താ വേണ്ടത്, ഞങ്ങളുടെ കമ്പനി ജോയിൻ ചെയ്യണമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൾ പറയണം ശരിയാ എനിക്ക് കമ്പനി ജോയിൻ ചെയ്യണം, എനിക്കിപ്പോൾ അത് മാത്രമേ ഉള്ളൂ വഴിയുന്നത്. അപ്പോൾ അവൻ പറയണം ശരി കമ്പനി ജോയിൻ ചെയ്യിക്കാം പക്ഷെ നീ നിന്നെ വിൽക്കാൻ തയ്യാറാണ്. അപ്പോൾ ചോദിക്കും നിങ്ങൾ എന്ത് ഈ പറയുന്നതെന്ന്. അപ്പോൾ ഇവൻ പറയുവാണ് നീ ആ ഡയറക്ടറെ പ്ലീസ് ചെയ്യാൻ എന്താ ചെയ്തതെന്നും എല്ലാം നാട്ടുകാർ മൊത്തം അറിയുന്ന കാര്യം, പിന്നെ നീ എൻ്റെ മുന്നിൽ ഇന്നസെൻറ്റ് കളിക്കൊന്നും വേണ്ട, അങ്ങനെ ഓപ്ഷൻ നിനക്കുണ്ടെങ്കിൽ നീ അത് ചെയ്യുവാണെങ്കിൽ എനിക്ക് ഓക്കെ ആണോ നിൻ്റെ ഡ്രസ്സ് റിമൂവ് ചെയ്യാൻ പറയാം കേട്ടോ. ഈ സീനോട് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.